അദാനി വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങുകയായിരുന്നു ഇന്ന് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിലെ ആദ്യ ദിനമെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ബുധനാഴ്ച വരെ പിരിഞ്ഞു. സഭാ സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. माननीय सदस्यगण, मैं अत्यंत दुख के साथ सभा को വഖഫ് ഭേദഗതി ഉൾപ്പെടെ സുപ്രധാന ബില്ലുകൾ പരിഗണിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഭരണ പ്രതിപക്ഷങ്ങളുടെ ഏറ്റുമുട്ടലിന് സാക്ഷ്യം വഹിക്കും എന്നതിന്റെ സൂചനയാണ് ആദ്യ ദിനം. അദാനി വിഷയം ഉയർത്തി കേന്ദ്ര സർക്കാരിനെ തുടക്കത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കാനായിരുന്നു പ്രതിപക്ഷ നീക്കം. മുൻ അംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയതിന് പിന്നാലെ ലോക്സഭയിൽ പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചു. രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗെ ചർച്ച ആവശ്യപ്പെട്ടെങ്കിലും സഭാധ്യക്ഷൻ തള്ളി. We can explain because the Adani regarding this bribery case is affecting the entire country. Modi ji is supporting him. നിർത്തിവെച്ച് ഇരുസഭകളും വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷ ബഹളം തുടർന്നു. Mr. Vaiko, you came to this house in 1974. Whole country is concerned about the water. ബുധനാഴ്ച വരെ ഇരുസഭകളും പിരിഞ്ഞു. സമ്മേളനത്തിനു മുമ്പായി മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തിന് നേരെ ആഞ്ഞടിച്ചു. ജനങ്ങൾ തള്ളിക്കളഞ്ഞവർ പാർലമെന്റിനെ അലങ്കോലപ്പെടുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി. स्वस्थ चर्चा हो, ज्यादा से ज्यादा लोग चर्चा में अपना योगदान दें। दुर्भाग्य से कुछ लोगों ने अपने राजनीतिक स्वार्थ के लिए जिनको जनता ने अस्वीकार किया है. നാളെ നടക്കുന്ന ഭരണഘടനാ ദിനാഘോഷ ചടങ്ങിലേക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം നേതാക്കൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകി. 24 ഡൽഹി.